ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഡാനീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി ഗ്രീൻ പീസാണ്, അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് മോള് പഠിക്കാൻ എണീറ്റിരിക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് ചേട്ടനും ചായ എടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ നമ്മൾ പാല് വാങ്ങുമ്പോൾ അത് തിളപ്പിച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പാട കിട്ടും കേട്ടോ. അപ്പോൾ ആ പാട ഞാനത് മാറ്റി വെച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറേ ഈ ഒരു ബൗൾ നിറയുമ്പോൾ അത് ഞാൻ നെയ്യായിട്ട് ഉരുക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതപ്പോൾ പാലൊക്കെ വാങ്ങണ നല്ല വിലയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ നെയ്യ് കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ നിന്ന് നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം കേട്ടോ. ഫ്രീസറിലേക്ക് വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. അത് ഞാനത് എപ്പോഴും അങ്ങനെ ചെയ്യും. ചായ തിളച്ച് വന്നിട്ടുണ്ട്. മോള് നേരത്തെ എണീറ്റ് പഠിക്കാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനാണ് ചേട്ടന്. മലയാളികളുടെ ഒരു പാനീയമാണല്ലോ മലയാളികൾക്ക്. അത് ഉപേക്ഷിക്കാൻ ഉണ്ടാക്കാനായിട്ട് അപ്പമൊക്കെ വീർത്ത് പൊട്ടൊക്കെ ചാടി പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. എന്നാലും കുഴപ്പമില്ല, വലിയ കാര്യമായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് അപ്പം കോരി വെച്ചിട്ടുണ്ട്. നല്ല സ്മൂത്തായ അപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഈ അപ്പത്തിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു തവ ഒന്നും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് രണ്ടടുപ്പിലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഉള്ളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു തവ വെച്ചിട്ടാണ് ചെയ്യുക. അതിനായിട്ട് കറി തയ്യാറാക്കാം. ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് വെക്കാം. പൊതുവെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടം മിക്കവാറും ഇത് തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ ചോറിന് വേണമെന്നില്ല. അപ്പോൾ ആയാലും എനിക്കിഷ്ടമാണ്. പക്ഷേ എപ്പോഴും പലഹാരം തന്നെ കൊടുത്തു വിടാനും പറ്റില്ല, എന്നാൽ എപ്പോഴും ചോറ് തന്നെ കൊടുത്തു വിടാനും പറ്റില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മാറ്റമൊക്കെ വേണം കേട്ടോ. ഒരേ സംഭവം, ഒരേ ബ്രേക്ക്ഫാസ്റ്റ്, ഒരേ ചോറ് അല്ലെങ്കിൽ ഒരു കറി, ഒരേ പലഹാരമാണെങ്കിൽ എനിക്ക് ബോറടിക്കും. അപ്പോൾ കുറച്ചൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് കൊടുത്തിരുന്നത്. അവർക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല. എന്നും കൊടുക്കുന്ന സാധനങ്ങൾ എല്ലാ ദിവസവും ഒരേത് വാങ്ങാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ അധികം കുഴപ്പമില്ല. ഉച്ചയ്ക്കൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും വീഡിയോ എടുക്കാനേ പറ്റില്ല. അപ്പോൾ രാവിലെയാണ് മിക്കവാറും ഞാൻ എടുക്കാറ്. ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി പകുതി മുക്കാലായി. അപ്പോൾ ബാക്കിയുള്ളത് അമ്മ തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും കറിയൊക്കെ റെഡിയാക്കുകയാണ്.